ഇവിടെ ഇങ്ങോട്ട് പാട്ടി ഇങ്ങോട്ട് പാട്ടി അവിടെ മടക്ക് ആവൂ അല്ല ജമീല, ഇന്ന് രാവിലെ കെട്ടിയ കൂച്ചിമ്മ ആടിനൊന്ന് കഴിച്ചിട്ടാക്കാൻ മാത്രം എന്ത് മല മറിച്ചിന്റെ പണി ഞങ്ങൾക്ക് പടല്. നിങ്ങള് കഴിച്ചു കെട്ടിയിട്ടുണ്ടാവുന്ന കരുതി ഞാൻ ആടിനെ നോക്കി ഇവിടെ കുച്ചിരുന്നാൽ റേഡിയോ നന്നാ കഴിച്ചു പോവോ? വെറുതെ ഓരോ തർക്കം ഉണ്ടാക്കി അളിയാനങ്ങോട്ട് വരുത്താൻ ഇട വരുത്തണ്ട. ആർക്കാണെങ്കിൽ മടി വെക്കാം, കാവുങ്ങാകുമ്പോ അത് കഴിയൂല. മനസ്സിലായില്ലേ? എനിക്ക് 3 ആട്ടോ. ഇപ്പൊ എനിക്ക് 4 ആയി. വരെ തട്ടി തട്ടില്ല. ഈ എപ്പോഴും കച്ചറ. എന്നാ പിന്നെ ഈ കളിച്ചോ. സാംസുദ്ദീനും സൈനുദ്ദീനും എന്താ സ്കൂളിൽ പോകില്ലേ? ഞങ്ങളിനി പഠിക്കാൻ പോണില്ല. പഠിക്കാൻ പോകാതെ പിന്നെ എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഞങ്ങൾക്കിനി വല്ല ഡോക്ടറോ കളക്ടറോ ഒക്കെ ആയാ മതി. നിങ്ങൾക്കൊക്കെ തിന്നാൻ തന്നെ പൈസനോട് 2 കൊച്ചനാടിനെ വാങ്ങി ആട്ടുകാട്ടെങ്കിലും കിട്ടും. മനസ്സിലായില്ലേ? ഒറ്റ ഈ കുട്ടികളങ്ങനെ ചീത്താക്കണ്. ഞാൻ എൻ്റെ മൂത്ത മോന് ബ്ലാങ്കൂന്ന് ഇങ്ങോട്ട് വന്നാലേ കുറ്റം മുഴുവൻ എൻ്റെ തലേക്ക് ഇടും. മനസ്സിലായില്ലേ? അതിനിപ്പ എന്തേ കാക്കേ പ്രശ്നോ? പ്രശ്നമൊന്നുമില്ലേ. ഇരുമ്പോലൊക്കെ വീണിട്ട് ചുക്കുവെള്ളം കുടിച്ചിട്ട് കാര്യമല്ല. എൻ്റെ 2 മക്കളത് അപ്പുറത്തുനിന്ന് കളിച്ചിണ്. ഓല് സ്കൂളിൽ പോയില്ല. ഓലെ നേരത്തെ സ്കൂളിൽ പറഞ്ഞാൽ അത് ഇവിടെ മല്ലിയും മോളും അയച്ച് കുത്തിയിരുന്നോ. ഞാൻ എൻ്റെ മൂത്ത മോന് ബ്ലാങ്കൂരിന്ന് വരുന്നിട്ട് എന്നോട് ചാടി കളിച്ചിട്ട് എനിക്ക് കാണാം. മനസ്സിലായില്ലേ? കുട്ടികൾ ഇന്ന് സ്കൂളിൽ പോവാത്തേ നിങ്ങളോട് ആരും ചാടി കളിക്കൂല. കാരണം ഇന്ന് ഞായറാഴ്ചയാണേ. നിങ്ങളെങ്ങോട്ടാ? അവിടെ നിക്കി കുറച്ച് വെള്ളം കോരി കൊണ്ടുവരി. എനിക്ക് ഇവിടെ 100 കൂട്ടം പണിയുണ്ട്. ആ മോട്ടർ ഇട്ടാ വെള്ളം കിട്ടൂലേ? അതിന് മോട്ടർ വർക്ക് ചെയ്യണ്ടേ? ഞാൻ മോട്ടറിന്റെ സ്വിച്ചിന്റെ ട്രിഗാർമെന്റ് പോയിണ്ടാവും. ഞാനൊന്ന് നോക്കട്ടെ. നിങ്ങൾക്ക് അറിയാത്ത പണിക്ക് പുറപ്പെടണ്ട. മറ്റുള്ള പണി പോലല്ലേ ഇത്. കറണ്ടാണേ, കറണ്ട്. കാര്യമൊന്നും തിരക്കില്ല. പക്ഷെ വളമ്പിയ കോളാമ്പിയിലായി പോയി എന്ന് പറഞ്ഞ മാതിരി ഒരു ഫീസ് കെട്ടാൻ കോളേജിലൊന്നും പോയി പഠിച്ചേണ്ട ആവശ്യമില്ല. ആർക്കും കെട്ടാം. മനസ്സിലായില്ലേ? പൊന്നാരക്കാക്കങ്ങള് ഞാൻ പറയണ ഒന്ന് കേക്കി. നിങ്ങൾ ഇപ്പൊ അതിന്റെ മോള് പണിയെടുക്കണ്ട. ഞാൻ സക്കീറിനോട് പറഞ്ഞിട്ടുണ്ട്. ഒന്നാട് ചേരും. ഞാൻ സക്കീർ വന്ന് നന്നാക്കിയിട്ട് ഇവിടുത്തെ മോട്ടറിൽ വെള്ളം കയറൂല. അപ്പാർച്ച് പോയി എൻ്റെ പണി എന്താ വെച്ചാൽ എടുത്തോ. നടന്നാട്ട് ഫോർച്ചൂടി നാട് ചേരും. ഞാൻ പോർന്ന് ഇതൊക്കെ ഏത് പൊട്ടനും നന്നാക്കാം. ഈ വയറ് കൊടുത്തത് ശരിയായില്ല. കുഞ്ഞാക്ക റിപ്പയർ ചെയ്യാൻ തുടങ്ങിയോ? ഞാൻ അന്നേരേ പറഞ്ഞതാണ് അതിന്റെ മുകളിൽ പണിയെടുക്കാൻ പോണ്ടെന്ന്. സക്കീറെ വേഗം ഡോക്ടറെ അടുത്ത് കൊണ്ടുവാ. റബ്ബേ എന്ത് പറ്റിയോ ആവോ. കുഞ്ഞാക്ക 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 കുഴപ്പമൊന്നുമില്ല അമ്മയെ. ബോധം തെളിയുന്നുണ്ട്.
ആരാ എൻ്റെ പങ്ങളെ മോൻ സഖീറ? ആ കുഞ്ഞാക്ക, ആ കൃത്യസമയത്ത് തന്നെ ഞാൻ വന്നതുകൊണ്ടാ. ആ കുഞ്ഞാക്കാൻ്റെ കുട്ടി വന്ന് ഇങ്ങോട്ട് അടിച്ചെന്നാ? സന്തോഷം കൊണ്ടാ. ആ ആ എന്തിനാ എന്നെ തല്ലിയത്? കറണ്ട് പിടിച്ചിന്ന് കരുതി സ്വന്തം അമ്മോനെ ഇമ്മാതിരി അടി അടിച്ചത്. എൻ്റെ ബോധം പോയത് കറണ്ട് പിടിച്ചിട്ടല്ലോടോ, അതിൻ്റെ അടി കൊണ്ടിട്ടാ. മനസ്സിലായില്ലേ? അടി കിടക്കുന്ന 4-5 ബറ്റനും വേണ്ടി 5-6 വെള്ളം കുടിച്ചെന്ന് പറഞ്ഞ മാതിരി അപ്പം എൻ്റെ അവസ്ഥ. മനസ്സിലായില്ലേ? കുഞ്ഞിക്കോ എപ്പോഴേ വന്നത്? ഊതരുത് അളിയാ, ഊതരുത്. അടുപ്പ് എത്ര ചെറുതായാലും കല്ല് 3 വേണം. മനസ്സിലായില്ലേ? ആയിഷ, എടീ, ഓയ് എന്റെ ആങ്ങളെ വന്നിക്കണേ. ഓനക്ക് തിന്നാനും കുടിക്കാനും എന്തേ കൊടുക്ക്. തിന്നാനും കുടിച്ചാനും കിട്ടാനിട്ട് പറഞ്ഞല്ലേ ഞാൻ. മനസ്സിലായില്ലേ? 1000 തെങ്ങുള്ള നായർക്ക് പല്ല് കുത്താൻ ഈർക്കിളില്ല എന്ന് പറഞ്ഞ മാതിരി അപ്പം എൻ്റെ അവസ്ഥ. മനസ്സിലായില്ലേ? ഈ ഒന്ന് ക്ഷമിക്കൂ കുഞ്ഞേ. എല്ലാ പ്രശ്നത്തിനും വഴി ഉണ്ടാക്കാം. അകത്തേക്ക് വാ, ചായ എടുക്കാം. വഴക്കിനിടയിൽ ഭാര്യ ഭർത്താവിന്റെ തലക്ക് ഒലക്ക കൊണ്ടടിച്ചു. തിരുവമ്പാടി നിസ്സാര കാര്യങ്ങളുടെ പേരിൽ വഴക്ക് പതിവാക്കിയ ഭർത്താവിനെ ഭാര്യ ഒലക്ക കൊണ്ട് തലക്കടിച്ചു. കുഞ്ഞേ, ഇന്നുണ്ടായ പുതിയ പ്രശ്നം എന്താ? ഭയങ്കര പ്രശ്നാ പെങ്ങളെ. മനസ്സിലായില്ലേ? എന്താ മക്കളെ പ്രശ്നം? അതെ ബാപ്പാന്റെ. എടാ കൊന്നാളും ഞാൻ. മനസ്സിലായില്ലേ? പ്രശ്നം എന്തെങ്കിലും ആയിക്കോട്ടെ, അത് പരിഹരിക്കാൻ അളിയൻ തന്നെ പോരണോ? അളിയനിപ്പ കുറച്ച് ദിവസമായിട്ട് പണ്ടത്തെ ഉഷാറൊന്നുമില്ല. അളിയന് മാത്രമേ ഈ പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. മനസ്സിലായില്ലേ? ആന മാതാകിയ ചങ്ങലക്ക് ഇടാം, പക്ഷെ ചങ്ങലക്ക് മാതാകിയാലോ അമ്മാവനിടാം. എപ്പോഴാണ് എൻ്റെ സൗണ്ട് മാറിയത്? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഞേ. ഏ ആ കുഞ്ഞാക്ക എപ്പോഴാ വന്നത്? എന്നോട് ഞാൻ 100 പാഠം പറഞ്ഞിട്ട് എന്നോട് വർത്താനം പറയാൻ വരരുത്. മനസ്സിലായില്ലേ? ഏയ്, കളവ് പറയരുത്. 91 പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് നല്ല ഉറപ്പുണ്ട്. ആ ഇത്ര ബുദ്ധിയും വിവരവും ഇല്ലാത്ത ഒരുത്തൻ എൻ്റെ പങ്ങൾക്ക് എങ്ങനെ ഉണ്ടായ പഠിച്ചോനെ? കമ്പത്ത് കയറി 1000 വിദ്യ കാട്ടിയാലും സമ്മാനം വാങ്ങാൻ നിലത്തിറങ്ങണം. മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ ഒന്നും ഒരു കാലത്തും കോൺപൂടിച്ചൂലാണ്. മനസ്സിലായില്ലേ? എടാ, വിവരമില്ലാത്ത ബാപ്പമാരെ നേരായ വഴിക്ക് നടത്തേണ്ടത് മക്കളുടെ ബാധ്യതയാണ്. ആ പെണ്ണ് കെട്ടാൻ പ്രായമായല്ലോ രണ്ടിനും, എന്നിട്ട് ഒരു ബോധമില്ലെന്ന് വെച്ചാ ചായ്. എന്താണോ എൻ്റെ മക്കളോട് മന്ത്രിക്കുന്നത്? ഒരു പഴഞ്ചൊല്ല് പറഞ്ഞതാണ്. എന്ത് പഴഞ്ചൊല്ല്? ഞാനൊന്ന് കേക്കട്ടെ. ഗതികെട്ടാൽ പുലി മുട്ട റോസ്റ്റും കഴിക്കുമെന്ന്. എടാ സക്കീർക്ക പറഞ്ഞു ശരിയാ. നമ്മളിങ്ങനെ ചാടി പുറപ്പെടും തീരെ ശരിയായില്ല. ബാപ്പാനെ ശരിയാക്കി എടുക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്താടാ